പ്ലസ് 1/√26 പ്ലസ് √27 പ്ലസ് 1/√27 പ്ലസ് √28 പ്ലസ് എക്സെട്രാ പ്ലസ് 1/√99 പ്ലസ് √100. അപ്പം ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മക്കളെ? 1 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തെയും അംശം ഒന്നാണ്. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ ഇന്നത്തെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സൂപ്പർ ഓവർ എപ്പിസോഡ് 15 ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇതിനു മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ സൂപ്പർ ഓവറിൻ്റെയും എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഏതെങ്കിലും എപ്പിസോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന SCERT ട്രിക്കുകളാണ് അതിനകത്തെല്ലാം അടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നോട്ട് എഴുതി പഠിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നമ്മുടെ സൂപ്പർ ഓവറുകൾ നിങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ 15ാമത്തെ എപ്പിസോഡിലോട്ട് കടക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് ചോദ്യങ്ങൾ 2 സെക്കൻഡിൽ നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന ചോദ്യങ്ങളാണ്. വെറും 2 സെക്കൻഡ് കൊണ്ട് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന PSC മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് നല്ല ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കണം. ഓക്കെ, കൂടുതൽ ഉദാഹരണങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ചെയ്ത് നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്തുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുന്നു. ഓക്കെ, നമ്മുടെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് എക്സെട്രാ പ്ലസ് 1/9 × 10. ഇതാണ് നമ്മുടെ ചോദ്യം. ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഒരിക്കൽ കൂടെ: 1/1 × 2, 1/2 × 3, 1/3 × 4, അങ്ങനെ എക്സെട്രാ പോയി 1/9 × 10. ഇതിന്റെ സമ്മ് കാണാനാണ് ചോദ്യം. നടുക്ക് പ്ലസ് ആണ് കിടക്കുന്നത്. സമ്മ് കാണാനാണ് ചോദ്യം. ശരി, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇത് സാധാരണഗതിയിൽ കുറേ ആൾക്കാർ 1/1 × 2 എന്ന് പറഞ്ഞ മക്കളെ 1 2 2 എഴുതും. പ്ലസ് 1/2 × 3 എന്ന് പറഞ്ഞാൽ 3 2 6 എഴുതും. അങ്ങനെ പോയി 9 × 10 90 എഴുതും. എന്നിട്ട് അത്രയും ഛേദങ്ങളുടെ LCM ഒക്കെ കണ്ടുപിടിച്ചാണ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ അങ്ങനൊന്നും ചെയ്യാൻ പോകത്തില്ല. ഇത് ഉത്തരം ചെയ്യുന്ന 2 സെക്കൻഡിലെ പരിപാടി. നിങ്ങൾ നോക്കി, ഞാൻ പറയുന്ന കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നുണ്ടോ നോക്ക് മക്കളെ. ഇവിടെ എല്ലായിടത്തും ഇതിന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ എല്ലായിടത്തും ഇതിന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, അതായത് അംശം എന്നത് 1 ആണ്. അംശം 1 അല്ലേ? ആണ്. ഇനി ഛേദങ്ങളുടെ പ്രത്യേകത നോക്ക്. 1 2, ശേഷം ഈ 2 വീണ്ടും ഇവിടെ വരുന്നുണ്ട്. 2 3, ശരിയാണോ? 2 3, ശേഷം ഈ 3 ഇപ്പുറത്ത് വരുന്നുണ്ട്. 3 4, അടുത്ത 4 5, 5 6, 6 7, 7 8, 8 9, 9 10. അവിടം വരെയാണ് വന്നിരിക്കുന്നത്. ശരിയല്ലയോ? അപ്പോൾ 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10. അവിടം വരെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഡിഫറൻസ് മക്കളെ, 1 2 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 2 3 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇവിടെ ഡിഫറൻസ് 1 ആണ്. ഡിഫറൻസ് 1 ആണ്. ശരിയല്ലയോ? അപ്പൊ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുന്ന ടക്കനെ എന്നുള്ള പരിപാടി 1/ചെറിയ ഛേദം മക്കളെ, 1/ചെറിയ ഛേദം മൈനസ് 1/ കൂട്ടത്തിലെ വലിയ ഛേദം. എടാ, 1/ ചെറുത് മൈനസ് 1/ വലുത്. ഒന്ന് പറഞ്ഞേ, 1/ ചെറുത് മൈനസ് 1/ വലുത്. ഒന്ന് പറഞ്ഞേ, 1/ ചെറുത് മൈനസ് 1/ വലുത്. ഒന്ന് പറഞ്ഞേ, 1/ ചെറുത് മൈനസ് 1/ വലുത്. 1/ ചെറുത് മൈനസ് 1/ വലുത്. 1/ ചെറുത് മൈനസ് 1/ വലുത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. 1/ ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഛേദം ഏതാ? ചെറിയ ഛേദം. ഏറ്റവും ചെറിയ ഛേദത്തിനെ ഇങ്ങനെ വേണേലും പറയാം. 1/, ഇത് ആദ്യ ഭിന്നസംഖ്യ, അതായത് 1/1 മൈനസ് 1/10, ഇങ്ങനെ വേണേലും പറയാം മക്കളെ. ഇതാണ് ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ ഛേദങ്ങൾ. അപ്പോൾ 1/ ചെറുതിന്റെ സ്ഥാനത്ത് 1/1 മൈനസ് 1/ വലുതിന്റെ സ്ഥാനത്ത് 1/10. കണ്ടോ? ഏറ്റവും ചെറിയ ഛേദം ആദ്യത്തെ ആയിരിക്കും 1. ഏറ്റവും വലിയ ഛേദം അവസാന നമ്പർ ആയിരിക്കും 10. അപ്പം ഏറ്റവും ചെറിയ ഛേദം എന്ന് പറയുമ്പം 1 × 2 2 എന്നൊന്നും പറഞ്ഞു കളയരുത്.
ഏറ്റവും അതിൽ ആദ്യം കിടക്കുന്ന സംഖ്യ 1. അതേപോലെ വലുതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം കിടക്കുന്ന സംഖ്യ 10. അപ്പോൾ 1/1 മൈനസ് 1/10 ഇത് ചെയ്താൽ ഇതിൻ്റെ ഉത്തരമായി. നോക്കിയോ മക്കളെ, നമുക്കറിയാം രണ്ട് വ്യത്യസ്ത ചേരങ്ങൾ വരുന്ന ഭിന്നസംഖ്യകളെ കുറയ്ക്കാൻ ഒരു 10 നമ്മൾ ക്രോസ് ഗുണിക്കും. ഒരു 10 ശേഷം ഇങ്ങനെ വീണ്ടും ഒരു 10 മൈനസ് ഇങ്ങനെ ഗുണിക്കും. ഓരോന്ന് 1 10 മൈനസ് 1 എന്ന് പറഞ്ഞ 9 എന്ന് വരും. 9/10 എന്ന് വരും. 9/10 ഈ കിടക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം. മനസ്സിലായോ? ഈ കിടക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം 9/10. നമ്മൾ ചേരമാർഗം എന്തുവാ? 1 ചെറുത് മൈനസ് 1 വലുത്. അപ്പോൾ 1 ചെറുതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം. ആദ്യ ഭിന്നസംഖ്യ കണ്ടോ 1/1 മൈനസ് അവസാന ഭിന്നസംഖ്യ 1/10. കണ്ടോ മക്കളെ? 1/1 മൈനസ് 1/10. രണ്ട് വ്യത്യസ്ത ചേരം വരുന്ന ഭിന്നസംഖ്യകളെ നമ്മൾ ക്രോസ് ഗുണിച്ചാണ് ഉത്തരം കണ്ടെത്തുന്നത്. ഒരു 10 താഴെ എഴുതും. ശേഷം ഇങ്ങനെ ഒരു 10 മൈനസ് ഒരു 1 10 1 കുറച്ചാൽ 9. 9/10 നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ ഇല്ലേ? ശരി, ഇവിടെ ഒരു ചോദ്യമുണ്ട്. 1/3 × 4 പ്ലസ് 1/4 × 5 പ്ലസ് 1/5 × 6 പ്ലസ് എക്സെട്രാ പ്ലസ് 1/19 × 20. നമ്മൾ എന്തോ ചെയ്യുന്നത്? എല്ലാ പേരുടെയും അംശം 1. അംശം ന്യൂമറേറ്റർ 1. എല്ലാവന്മാരുടെയും അംശം 1. ചേരം നോക്കി 3 4 ശേഷം 4 വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 4 5 5 വീണ്ടും ആവർത്തിക്കുന്നു. 5 6. ഇനി അവർക്കിടയിലെ ഗ്യാപ്പ് ഒന്നുമല്ലേ മക്കളെ? 3 4 തമ്മിലുള്ള ഗ്യാപ്പ് 1. 4 5 തമ്മിലുള്ള ഗ്യാപ്പ് 1. 5 6 തമ്മിലുള്ള ഗ്യാപ്പ് 1. നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്തോ? 1/ ചെറുത് മൈനസ് 1/ വലുത്. 1/ ചെറുത് എന്ന് പറഞ്ഞാൽ 1/ ആദ്യ ഭിന്നസംഖ്യ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യ ഭിന്നസംഖ്യ 1/3 മൈനസ് അവസാന ഭിന്നസംഖ്യ 1/20. ആദ്യ ഭിന്നസംഖ്യ മൈനസ് അവസാന ഭിന്നസംഖ്യ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. 1/3 മൈനസ് 1/20 എന്ന് വരും. രണ്ട് വ്യത്യസ്ത ചേരമുള്ള ഭിന്നസംഖ്യകളെ കുറയ്ക്കാൻ ഇങ്ങനെ 3 × 2 20. 3 × 20 60. 20 3 60. ശേഷം ഇങ്ങനെ ഒരു 20 20 നടുക്കത്തെ ചിഹ്നം മൈനസ്. ശരിയാണോ? ഇങ്ങനെ ഒരു 3 3 20 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 17 എന്ന് വരും. 17/60 എന്ന് ഉത്തരം എഴുതാം. 17/60 നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ശരി, അപ്പം ഇതിന്റെ ഒരു എക്സെപ്ഷണൽ കേസ് നമ്മുടെ ഏറ്റവും അവസാനം നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിക്കുകയുണ്ടായി. ഇതിന്റെ ഒരു എക്സെപ്ഷണൽ കേസ് നമുക്ക് ആ ചോദ്യത്തിലോട്ട് വന്നാലോ? ആ ചോദ്യത്തിലോട്ട് 1/5 × 10 പ്ലസ് 1/10 × 15 പ്ലസ് 1/15 × 20 പ്ലസ് എക്സെട്രാ പ്ലസ് 1/95 × 100. ചോദ്യം മനസ്സിലായോ മക്കളെ? കഴിഞ്ഞ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചോദ്യത്തിൽ മുകളിൽ എല്ലായിടത്തും ന്യൂമറേറ്റർ 1 ആയിരുന്നു. മക്കളെ, മുകളിൽ എല്ലായിടത്തും ന്യൂമറേറ്റർ 1 ആയിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്? ഒരു മാറ്റവും ഇല്ല. ന്യൂമറേറ്റർ സെയിമാണ്. എല്ലായിടത്തെയും അംശം തുല്യം തന്നെയാണ്. പിന്നെ എന്തോ വ്യത്യാസം? താഴെ നോക്ക്, ചേർന്ന് നോക്ക്. 5 × 10. എന്നാൽ ആ 10 ഇപ്പുറത്ത് ആവർത്തിക്കുന്നുണ്ട്. 10 × 15. അടുത്തത് 15 × 20. അപ്പൊ ആവർത്തനമൊക്കെ ഉണ്ട്. പിന്നെ എന്തോ പ്രശ്നം? പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവർക്കിടയിലെ ഗ്യാപ്പാണ് മക്കളെ പ്രശ്നം. 5ഉം 10ഉം തമ്മിലുള്ള ഗ്യാപ്പ് 5. 10ഉം 15ഉം തമ്മിലുള്ള ഗ്യാപ്പ് 5. 15ഉം 20ഉം തമ്മിലുള്ള ഗ്യാപ്പ് 5. അപ്പൊ നമുക്ക് മനസ്സിലായി ഗ്യാപ്പ്, അതായത് ആ ഛേദത്തിലെ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നല്ലാത്ത മറ്റൊരു സംഖ്യ വന്നിരിക്കുക. ശരിയാണോ? ഒന്നല്ലാത്തൊരു സംഖ്യ വന്നാൽ ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ ആദ്യം ചെയ്യുക. അപ്പൊ എന്താ ഇത്ര തന്നെ. 1/ ചെറുത് മൈനസ് 1/ വലുത്. 1/ ചെറുത് മൈനസ് 1/ വലുത്. അപ്പൊ 1/ ഏറ്റവും ചെറുതേതാ? 5. മൈനസ് 1/ ഏറ്റവും വലുതേതാ? 100. അപ്പൊ 1/5 മൈനസ് 1/100 എന്ന് തന്നെ ചെയ്യുക.
തീർന്നോ? തീർന്നില്ല. എടാ തീർന്നില്ല. ഇവിടെ മക്കളെ വ്യത്യാസം, ചേരത്തിലെ വ്യത്യാസം ഒന്നല്ലാത്ത ഒരു സംഖ്യ വന്നാൽ, ഒന്നല്ലാത്ത ഏത് സംഖ്യ വന്നാലും, ഒന്നല്ലാത്ത ഏത് സംഖ്യ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ദാ ഈ ഉത്തരത്തെ 1 ആ വ്യത്യാസം എത്രയാണോ അതുകൊണ്ട് ഗുണിക്കണം. 1 വ്യത്യാസം, 1 ആ വ്യത്യാസം, 1 ആ വ്യത്യാസം. ഇവിടെ വ്യത്യാസം 5 അപ്പൊ 1/5 ഇട്ട് ഗുണിക്കണം. മക്കളെ ഞാൻ ചോദിച്ചോട്ടെ, വ്യത്യാസം ഒന്നായിരുന്നെങ്കിലും, അതായത് 5, 6, 6, 7, 7, 8, 8, 9, 9, 10 എന്നായിരുന്നെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ വരും? 1 ആ വ്യത്യാസം താഴെ 1 വരും. നമുക്കറിയാമല്ലോടാ 1/1 എന്ന് പറഞ്ഞാൽ അത് 1. 1/1 എന്ന് പറഞ്ഞാൽ അത് 1. അപ്പൊ 1 ഇട്ട് ഗുണിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സംഖ്യയിൽ എന്തെങ്കിലും മാറ്റം വരുമോ? വരുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അത് ചേർത്ത് പറയാഞ്ഞത്. എന്നാൽ 1 താഴത്തെ വ്യത്യാസം ഒന്നല്ലാത്ത ഏത് സംഖ്യ വന്നാലും, ഏത് ചോദ്യം വന്നാലും 1 ആ വ്യത്യാസം കൊണ്ട് കൂടെ ഒന്ന് ഗുണിച്ചേക്കണം. 1/5. ഇത് ചെയ്താൽ നമ്മൾ ഉത്തരം കിട്ടും. ശരി, നമുക്കറിയാം ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ചെയ്യുമ്പം മക്കളെ ക്രോസ് ഗുണിക്കും. 5 × 100 500 എന്ന് വരും. 500. ഓക്കെ. ശേഷം മുകളിൽ വരച്ച് ഇങ്ങനെ 100 100 എന്ന് വരും. 5 × 100 500, 100 100 മൈനസ് 1 5 5 എന്ന് വരും. ഓക്കെ ആണോ? ശേഷം ഇതിനെ മൊത്തത്തിൽ 1/5 കൊണ്ട് ഗുണിക്കണം. മുകളിൽ മക്കളെ 100 ൽ 5 പോയാൽ 95 എന്ന് വരും. 95/500 എന്ന് വരും. ശരിയാണോ? 95/500 എന്ന് വരും. ഇൻറ്റു ഒരു 1/5 കൂടെ. ശരിയല്ലയോ? ശരി, നമുക്ക് വെട്ടാം. 5-നകത്തിൽ 5 ഒരു വെട്ടം, 9-നകത്തിൽ 5 ഒരു വെട്ടം, ശിഷ്ടം 4. 45-നകത്തിൽ 5 9 വെട്ടം, 9 × 5 45. ഇനി വെട്ടാനൊന്നുമില്ല. നമ്മുടെ ഉത്തരം 19/500. നമ്മുടെ ശരി ഉത്തരം 19/500. 19/500 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: 1/2 × 4 പ്ലസ് 1/4 × 6 പ്ലസ് 1/6 × 8 പ്ലസ് എക്സെട്ര പ്ലസ് 1/98 × 100. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇനി നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ എന്തോ ചെയ്യണ്ടേ? മക്കളെ ആദ്യം നിങ്ങൾ നോക്കി, മുകളിൽ എല്ലായിടത്തും 1 അതാദ്യം ഉറപ്പിക്കുക. എടാ മുകളിൽ എല്ലായിടത്തും ന്യൂമറേറ്റർ 1. ശരിയല്ലയോ? എല്ലായിടത്തും ന്യൂമറേറ്റർ സെയിം ആണ്. ഇനി നിങ്ങൾ നോക്ക്, താഴത്തെ വ്യത്യാസം 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2 ഉണ്ട്. ഒന്നല്ലാതെ ഒരു സംഖ്യ വന്നിരിക്കുക. ഒന്നല്ലാതെ ഒരു സംഖ്യ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ട മാർഗം. ഇത്രയേ ഉള്ളൂ. ചെയ്യേണ്ട മാർഗം വളരെ സിമ്പിളാണ്. 1/1 എന്താ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ചെറുത് 1 ചെറുത് മൈനസ് 1 വലുത്. 1 വലുത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സംഖ്യ അവസാനം കിടക്കുമായിരിക്കും 100. 1/2 മൈനസ് 1/100. തീർന്നോ? ഇല്ല. എടാ ഇതിനെ മൊത്തത്തിൽ അവിടത്തെ വ്യത്യാസം എത്ര? 2. എങ്കിൽ ആ 1/2 ഇട്ട് ഗുണിക്കണം. ശരി, നമുക്കറിയാം 2 × 100 എന്ന് പറഞ്ഞാൽ 200 എന്ന് വരും. 2 × 100 200. ശരി, മുകളിൽ വരച്ച് 100 100 100 100 മൈനസ് 1 2 2. ശേഷം ഇതിനെ 1/2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ അല്ലേ? ശരി, 100 ൽ 2 കുറച്ചാൽ 98 എന്ന് വരും. 98/200 എന്ന് വരും. ശരി, അതിനെ നമുക്ക് 1/2 കൊണ്ട് ഗുണിച്ചേ മതിയാകും. അപ്പൊ 98/200 × 1/2 എന്ന് വരും. വെട്ടാൻ പറ്റും. 2-നകത്ത് 2 ഒരു വെട്ടം. 98-നകത്ത് നമുക്ക് 2 കൊണ്ട് വെട്ടുമ്പം 9-നകത്തിൽ 2 4 വെട്ടം. ശരിയാണോ? 18-നകത്തിൽ 2 9 വെട്ടം. 49 എന്ന് വരും. 49/200 എന്ന് വരും. 49/200. ഇനി ഇതിനെ വെട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വെട്ടാൻ കഴിയത്തില്ല. അപ്പൊ ഇനി ഇതിനെ വെട്ടാൻ കഴിയാത്തതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയാം. 49/200. 49/200 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണെന്ന് കരുതട്ടെ. എങ്കിൽ കുറച്ചുകൂടെ റേഞ്ചുള്ള ചോദ്യം നമുക്ക് ചെയ്തു നോക്കിയാലോ? കുറച്ചുകൂടെ റേഞ്ചുള്ള മറ്റൊരു തരത്തിലെ ചോദ്യം PSC ഒരു കാലത്ത് ചോദിച്ച് ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ചു വന്നിരുന്ന ഒരു ചോദ്യത്തിലുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: 1/√1 പ്ലസ് √2
പ്ലസ് 1/√2 പ്ലസ് √3 പ്ലസ് 1/√3 പ്ലസ് √4 എക്സെട്ര പ്ലസ് 1/√24 പ്ലസ് √25. നല്ല ചോദ്യമാണ്. ചോദ്യം ഒരിക്കൽ കൂടെ മക്കളെ 1/√1 പ്ലസ് √2 പ്ലസ് 1/√2 പ്ലസ് √3 ശരിയാണോ? പ്ലസ് 1/√3 പ്ലസ് √4 ശരിയാണോ? പ്ലസ് 1/√4 പ്ലസ് √5 അങ്ങനെ പോയി 1/√24 പ്ലസ് √25 1/√24 പ്ലസ് √25 ഇതിന്റെ ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു ചോദ്യമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് കാഴ്ചയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളൊരു ചോദ്യം ആണിത് അല്ലേ? കാര്യം 1 എടുത്ത് മാറ്റി കളയാൻ മക്കളെ, ഇവിടെ പ്ലസ് മാറ്റി, ഇവിടെ പ്ലസ് മാറ്റി ഇൻറ്റു ഉയർത്താൽ മതി, റൂട്ട് മാറ്റിയാൽ മതി. അപ്പൊ 1/1 × 2 പ്ലസ് 1/2 × 3 അങ്ങനെയാണ് കിടക്കുന്നത്. അതിന്റെ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ? അപ്പൊ 1/√1 പ്ലസ് √2 പ്ലസ് 1/√2 പ്ലസ് √3 പ്ലസ് 1/√3 പ്ലസ് √4 അങ്ങനെ പോയി 1/√24 പ്ലസ് √25 ഇതിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ചെയ്യണമെങ്കിൽ കുറേ അധികം സമയം എടുക്കും. മാത്രമല്ല ഒരുപക്ഷെ ഉത്തരം കിട്ടിയെന്ന് വരുത്തുമില്ല. ശരി, നമ്മൾ ഈ സാധനം ചെയ്യുന്നത്, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇവരുടെ കണ്ടീഷൻ നോക്കി. എല്ലാവന്മാരുടെയും മുകളിൽ ഒന്നാണ്, ന്യൂമറേറ്റർ ഒന്നാ. മക്കളെ എല്ലാ പിള്ളേരുടെയും എല്ലാവന്മാരുടെയും ന്യൂമറേറ്റർ ഒന്നാ. ശരിയാണോ? ന്യൂമറേറ്റർ അഥവാ അംശം ഒന്നാ. മക്കളെ അംശം ഒന്നാ. ശരിയില്ലയോ? ഇനി ചേരം നോക്ക്. 1, 2, 2, 3, 3, 4. അതായത് കണ്ടിന്യൂഷൻ ഉണ്ട്. മാത്രമല്ല ഒന്നാണ് ഗ്യാപ്പിട്ട് ചോദിക്കുന്നത്. ഒന്ന് ഗ്യാപ്പിട്ട് ചോദിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേറെ. ഒന്ന് ഗ്യാപ്പിട്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? വളരെ സിമ്പിളാ മക്കളെ. ഇതിനകത്തിൽ ഏറ്റവും അവസാന സംഖ്യ എടുക്കണം. അവസാന റൂട്ട് സംഖ്യ എടുക്കണം. എത്ര? അവസാന റൂട്ട് സംഖ്യ മക്കളെ. അവസാന റൂട്ട് സംഖ്യ ഏതാ? √25 മക്കളെ. √25 ശരിയാണോ? √25 മൈനസ് ഏറ്റവും ആദ്യം കിടക്കുന്ന റൂട്ട് സംഖ്യ എടുക്കണം. നേരത്തെ നമ്മൾ ഏറ്റവും ആദ്യം കിടക്കുന്നത് മൈനസ് അവസാനം കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ തിരിച്ച് ഏറ്റവും അവസാനം കിടക്കുന്നത് മൈനസ് ആദ്യം കിടക്കുന്നത്. √25 മൈനസ് √1 ഇതാണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ അല്ലയോ? കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിനേക്കാൾ മുമ്പ് നമുക്ക് ഉത്തരം കിട്ടും. അവസാനം കിടക്കുന്ന സംഖ്യ √25 മൈനസ് ആദ്യം കിടക്കുന്ന സംഖ്യ √1. അപ്പോൾ √25 മൈനസ് √1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം √25 5, √1 1, 5 മൈനസ് 1 എന്ന് പറയുന്നത് 4. അപ്പം ഈ കിടക്കുന്ന നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 4 എന്ന് കിട്ടും. നമ്മുടെ ശരി ഉത്തരം 4 എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ ചെയ്ത മാർഗം എന്തുവാ? കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ റൂട്ട് എടുക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാ. 1, 2, 3, 4, 5, 6 എന്ന് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് 25 വരെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തെ റൂട്ട് സംഖ്യ √25 മൈനസ് ഏറ്റവും ആദ്യത്തെ റൂട്ട് സംഖ്യ √1. √25 5 √1 1. 5 മൈനസ് 1 ഉത്തരം 4. നമ്മുടെ ശരി ഉത്തരം 4. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് കരുതിക്കൊണ്ട് അടുത്ത ചോദ്യം ഞാൻ പറയാൻ നോക്ക് മക്കളെ. 1/√25 പ്ലസ് √26 പ്ലസ് 1/√26 പ്ലസ് √27 പ്ലസ് 1/√27 പ്ലസ് √28 പ്ലസ് എക്സെട്ര പ്ലസ് 1/√99 പ്ലസ് √100. അപ്പം ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാ മക്കളെ? 1 1 1 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തെയും അംശം 1. എല്ലായിടത്തെയും അംശം 1. ശരിയാണോ? എല്ലാത്തിൻ്റെയും അംശം 1. ഇനി ചേർന്ന് നോക്കി. 25 26 26 27 27 28 അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുക. 25 26 27 28 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക 100 വരെ. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ എന്താ ചെയ്യണ്ടേ? ഏറ്റവും അവസാനത്തെ റൂട്ട് സംഖ്യ എടുക്കുക. ഏറ്റവും അവസാനത്തെ റൂട്ട് സംഖ്യ എടുക്കുക. നമുക്കറിയാം അവസാനത്തെ റൂട്ട് സംഖ്യ 100. ഓക്കെ. മൈനസ് ഏറ്റവും ആദ്യത്തെ റൂട്ട് സംഖ്യ √25. √100 മൈനസ് √25 ഇതാണ് നമ്മുടെ ഉത്തരം. √100 മൈനസ് √25 നമ്മുടെ ശരി ഉത്തരം. ഒരപ്പീലും ഇല്ല. √100 മൈനസ് √25 നമ്മുടെ ശരി ഉത്തരം. ശരി. √100 എന്ന് പറഞ്ഞാൽ മക്കളെ 10 മൈനസ് √25 എന്ന് പറഞ്ഞാൽ 5
10 മൈനസ് 5 5 വരും. നമ്മുടെ റൈറ്റ് ആൻസർ 5 എന്ന് കിട്ടും. മനസ്സിലായോ? എളുപ്പമില്ലയോ? ക്ലിയർ ആയി കാണുമെന്ന് കരുതിക്കോട്ടെ. ശരി, നമുക്ക് അടുത്തൊരു മോഡലോട്ട് കടന്നാലോ? അടുത്തൊരു മോഡൽ ചോദ്യത്തിലോട്ട് പോയാലോ? ശരി, PSC ചോദിക്കാറുള്ള വീണ്ടും ഒരു സീരീസ് ടൈപ്പ് ചോദ്യത്തിലോട്ട്. ഓക്കെ, ദാ നേരെ ആ ചോദ്യത്തിലോട്ട് വാ. ചോദ്യം ഇങ്ങനെയാണ്: 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു ഡാഷ്. ഇതാണ് നമ്മുടെ ചോദ്യം. നിങ്ങളെ 10ന്റെ സ്ക്വയർ മൈനസ് 9ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ മൈനസ് 7ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇതിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഇത് അത്യാവശ്യം കുറച്ചധികം സമയം എടുത്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. ശരിയാണോ? 10ന്റെ സ്ക്വയർ 100. മൈനസ് 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. അപ്പൊ 100 മൈനസ് 81 ചെയ്യണം, 19 എന്ന് വരും. പ്ലസ് 8ന്റെ സ്ക്വയർ, അപ്പം 8ന്റെ സ്ക്വയർ 64 ആണ്, അത് 19നോടൊപ്പം കൂട്ടണം. അപ്പം 19 പ്ലസ് 64 ചെയ്യണം. അതിൽ നിന്നും 7ന്റെ സ്ക്വയർ 49 കുറയ്ക്കണം. അതിനോട് 6ന്റെ സ്ക്വയർ 36 കൂട്ടണം. അതിൽ നിന്നും 5ന്റെ സ്ക്വയർ 25 കുറയ്ക്കണം. പിന്നെ അതിനോട് 4ന്റെ സ്ക്വയർ 16 കൂട്ടണം. അതിൽ നിന്നും 3ന്റെ സ്ക്വയർ 9 കുറയ്ക്കണം. അതിനോട് 2ന്റെ സ്ക്വയർ 4 കൂട്ടണം. അതിൽ നിന്നും 1ന്റെ സ്ക്വയർ 1 കുറയ്ക്കണം. ഇതാണ് ഇത് ചെയ്യുന്ന കറക്റ്റ് സ്റ്റെപ്പ്. ശരിയായിട്ട് അങ്ങനെ വേണേൽ ചെയ്യാം, പക്ഷേ സമയമെടുക്കും. മാത്രമല്ല ചോദ്യം കുറച്ചുകൂടെ വലിച്ചു നീട്ടി ചോദിക്കും. എക്സെട്ര, നടുക്ക് എക്സെട്ര ഇട്ടിട്ട് രണ്ടറ്റങ്ങളിലും വലിയ വലിയ സംഖ്യകളെ കൊണ്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ മക്കളെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ പറയാൻ വരുന്ന ഷോർട്ട് കട്ട് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കറിയാം ആദ്യം കിടക്കുന്ന 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. 10ന്റെ വർഗം മൈനസ് 9ന്റെ വർഗം എന്ന് പറഞ്ഞാൽ ഇത് കിടക്കുന്ന ഫോർമാറ്റ് നമുക്ക് മനസ്സിലായി. A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നല്ലേ? 10ന്റെ സ്ക്വയർ മൈനസ് 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിടക്കുന്നത്? A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന്. നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്നെഴുതും. A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്നെഴുതും. ശരിയാണോ? അപ്പൊ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് എഴുതുമ്പം മക്കളെ A പ്ലസ് ബി, എയുടെ സ്ഥാനത്ത് 10, ബിയുടെ സ്ഥാനത്ത് 9. 10ഉം 9 കൂട്ടിയ 19 എന്ന് വരും. ശരിയാണോ? 10ന്ന് 9 കുറച്ചാൽ 1 എന്നും വരും. ശരിയല്ലയോ? A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്നാണ് ചെയ്യേണ്ടത്. അപ്പോ 19 ഇൻറ്റു 1 19 എന്ന് വരും. ശരിയാണോ മക്കളെ? 19 ഇൻറ്റു 1 19 എന്ന് വരും. അപ്പൊ ഞാനൊന്ന് വട്ടമിട്ട് കാണിച്ചു തരാം. ഇവരെ മാത്രം ചെയ്യുമ്പം മക്കളെ 19 എന്ന് കിട്ടും. ഇവന്മാരെ മാത്രം ചെയ്യുമ്പം 19 എന്ന് കിട്ടും. ഓക്കെ അല്ലയോ? ശരി, സിമിലർലി ഇതേപോലെ തന്നെ ഇവന്മാരെ ചെയ്യുമ്പം 8ന്റെ സ്ക്വയർ മൈനസ് 7ന്റെ സ്ക്വയർ ചെയ്യുമ്പം മക്കളെ 8ന്റെ സ്ക്വയർ മൈനസ് 7ന്റെ സ്ക്വയർ ചെയ്യുമ്പം നമുക്കറിയാം 8 പ്ലസ് 7, അതായത് A പ്ലസ് ബി ചെയ്യുമ്പോൾ 8 പ്ലസ് 7 15 എന്ന് വരും. 8 മൈനസ് 7 1 വരുന്നേ. അപ്പൊ 15 ഇൻറ്റു 1 അവിടെ 15 എന്ന് വരും. ശരിയാണോ? ഇവിടെ 15 വരത്തുള്ളൂ. ഈ സെയിം സാധനം തന്നെ ചെയ്യുമ്പോൾ 15 വരത്തുള്ളൂ. അതുപോലെ ഇവിടെ മക്കളെ 6ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ, A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അപ്പൊ A പ്ലസ് ബി ചെയ്യുമ്പം 6 5 11. A മൈനസ് ബി ചെയ്യുമ്പം 6 മൈനസ് 5 1. 11 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 11 തന്നെ. അതായത് 6 5 കൂട്ടിയ മക്കളെ 11 കിട്ടും. അതേ വരത്തുള്ളൂ. അതുപോലെ ഇവിടെ 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ഉം 3 കൂട്ടുന്ന 7 കിട്ടത്തുള്ളൂ. ശരിയാണോ? അതുപോലെ 2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 1 കൂട്ടി മക്കളെ 3 വരത്തുള്ളൂ. ഓക്കെ ആണോ? ശരി, നിങ്ങൾ നോക്ക്. ഇതെല്ലാം കൂടെ ഇനി എന്ത് ചെയ്യാനാ ചോദ്യം? സം ചെയ്യാൻ, പ്ലസ് ചെയ്യാൻ, ആഡ് ചെയ്യാൻ, കൂട്ടാനാ ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് കൂട്ടി പറയാം. നോക്കാം. ഞാൻ ഇങ്ങോട്ട് കൂട്ടി എഴുതുക. 19 15 11 7 3. ശരി, ഒന്ന് കൂട്ടി നോക്കാം. 9ഉം 1ഉം 10, 7ഉം 3ഉം 10, 10ഉം 10 20, 20 5 25 5, ശിഷ്ടം 2. ഓക്കെ ആണോ?
2 1 3 1 4 1 5 എത്ര വരും? 55 എന്ന് വരും. അതായത് ഈ കിടക്കുന്ന നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 55 എന്നാണ് വരുന്നത്. 55 എന്നാണ് വരുന്നത്. ഇതാണ് ഇത് ചെയ്യുന്ന ശരിക്കുള്ള മാർഗം. മനസ്സിലായോ? ഇതാണ് മക്കളെ ഇത് ചെയ്യുന്ന ശരിക്കുള്ള മാർഗം. പക്ഷേ നമ്മൾ ഇങ്ങനെ മെനക്കെടാൻ നിൽക്കണ്ട. നമ്മൾ ഇത്രയും മെനക്കെടാൻ നിൽക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതിന്റെ നിങ്ങൾ ഓരോ നോക്കി, അതായത് ഓരോ ചോദ്യത്തിലും കൊടുത്തിരിക്കുന്ന സംഖ്യകളെ കണ്ടോ? 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ അവരെ തമ്മിൽ കുറയ്ക്കുന്നു. എന്നിട്ട് അടുത്ത രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകൾ തമ്മിൽ കുറയ്ക്കുന്നു. അങ്ങനെ അതിന്റെ എല്ലാത്തിനെയും സം എടുക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എടാ ഇത് ഏറ്റവും ചെറിയ സംഖ്യ എവിടാ? ഏറ്റവും ചെറിയ സംഖ്യ എവിടാ? ഏറ്റവും ചെറിയ സംഖ്യ 1. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. ഇത് തുടങ്ങുന്ന എവിടാ? 10. തീരുന്ന എവിടാ? 1. എങ്കിൽ 10 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 ചെയ്താൽ മതി. എടാ 10 തുടങ്ങി 1 അവസാനിക്കുക. നിങ്ങൾ 10 മുതൽ 1 വരെയുള്ള സംഖ്യകളുടെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വേണേ പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടാൽ മതിയാകും മകളെ. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടാൽ മതിയാകും. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടാൽ മതിയാകും സമ്മ്. എടാ അങ്ങനെയെങ്കിൽ ഇതുപോലും നിങ്ങൾ എഴുതണ്ട. ഇവിടെ എവിടാ കിടക്കുന്നത്? 1. ഏറ്റവും ചെറിയ സംഖ്യ 1, ഏറ്റവും വലിയ സംഖ്യ 10. അതായത് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ മക്കളെ നമുക്കറിയാം n × n + 1/2 ആ. n × n + 1/2 ആ. n എന്ന് പറഞ്ഞാൽ ഇവിടെ 10. 10 × 10 + 1 11/2 എന്ന് വരും. 2-നകത്ത് 2 ഒരു വട്ടം, 10-നകത്ത് 2 5 വട്ടം. 5 × 11 55 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം 55 അല്ലേ? ആണ്. നമ്മുടെ ശരി ഉത്തരം 55. ഒന്നുമില്ല. 1 തുടങ്ങി 10 വരെ, 1 തുടങ്ങി 10 വരെ നിരന്തരമായ സ്ക്വയറുകളാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മാത്രം മതിയാകും. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മാത്രം മതി മക്കളെ. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചോദ്യം നോക്കിയടാ. 40ന്റെ സ്ക്വയർ മൈനസ് 39ന്റെ സ്ക്വയർ പ്ലസ് 38ന്റെ സ്ക്വയർ മൈനസ് 37ന്റെ സ്ക്വയർ പ്ലസ് 36 സ്ക്വയർ മൈനസ് 35 സ്ക്വയർ. അങ്ങനെ പോയി 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 2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ വരെ, 2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ വരെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? ഇവിടെ 2 ഉണ്ട്. 2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ വരെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്തോ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് 40ന്റെ സ്ക്വയർ മൈനസ് 39ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തോ വരും? a + b 40 + 39 79 വരും. a - b 1 വരത്തുള്ളൂ. അപ്പൊ 79 അങ്ങനെ നമ്മൾ എഴുതി 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 വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോകും. നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ഇത് 1 മുതൽ 40 വരെ കിടക്കുന്നത്. അപ്പൊ 1 മുതൽ 40 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. 1 മുതൽ 40 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന മാർഗം n × n + 1/2 ആ. n × n + 1/2 ആ. ശരിയാണ്. n × n + 1/2 ആ. ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 മുതൽ 40 വരെ. അപ്പൊ ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളാണ് ഈ കിടക്കുന്നത്. അപ്പൊ 40 × 40 + 1 41/2 എന്ന് വരും. ഓക്കെ ആണോ? ശരി, വെട്ടാം. 2-നകത്ത് 2 ഒരു വട്ടം, 40-നകത്ത് 2 20 വട്ടം. ഇനി വെട്ടാനൊന്നുമില്ല. ശരി, ഗുണിച്ചാൽ മതി. 41 × 20 ചെയ്യുമ്പം 1 2 2 4 2 8 ഒരു 0 കൂടെ 820 വരും. എങ്കിൽ ഈ കിടക്കുന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം മക്കളെ 820 എന്ന് പറയാം. മനസ്സിലായോ? എളുപ്പമില്ലയോ? ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അപ്പം ഇന്നത്തെ സൂപ്പർ ഓവറിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പറഞ്ഞ സൂപ്പർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തൽക്കാലം വിടവാങ്ങുകയാണ്. അപ്പം ഇന്നത്തെ ഈ ബോളുകൾ നമ്മുടെ സൂപ്പർ ഓവറിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ബോളുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഡിഫെൻഡ് ചെയ്യാൻ പറ്റി, എത്രത്തോളം നിങ്ങൾക്ക് അടിച്ചു പറത്താൻ പറ്റി എന്നെല്ലാം ഉള്ള നിങ്ങളുടെ വിലയേറിയ കമന്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.